പവർ കട്ടിന് ശേഷം സർജറി നടത്താമല്ലോ. ഇത് പറയുന്നത് ഒരു ആരോഗ്യമന്ത്രിയാണ്. അരമണിക്കൂറല്ലേ ഉള്ളൂ എന്നുള്ളത്. ഈ തിരുവനന്തപുരത്തെ പാലോട് CHSCയില് മുറിവേറ്റ് വന്ന രോഗിയെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മൊബൈൽ മൊബൈൽ ടോർച്ച് ടോർച്ച് അടിച്ചിട്ടാണ് അത് തുന്നലിടുന്നതൊക്കെ. അപ്പൊ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഉത്തരമാണിത്. ഒരു ആരോഗ്യമന്ത്രി പറയാൻ പാടില്ലാത്തതാണ് ഈ ഒരു സംസാരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് മന്ത്രി ആയതിനു ശേഷം പലപ്പോഴായിട്ട് മുരളീധരൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ സംസാരിക്കുന്നത്? പൂർവാശ്രമത്തില് അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നു. ഉം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ആദ്യം അദ്ദേഹത്തിന് ഈ ജന്മത്തിലും ഈ മിനിസ്ട്രിയിലും വിദ്യുച്ഛക്തി തന്നെയാ കൊടുത്തത്. അദ്ദേഹം എനിക്ക് വേണ്ട, ഞാൻ ഏറ്റെടുക്കില്ല ആ വകുപ്പ് എന്ന് വ്യക്തമായി പറഞ്ഞ് വളരെ ഭീഷണിയുടെ സ്വരത്തിലും വളരെ നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആരോഗ്യവും അതുപോലെ തന്നെ ദേവസ്വവും കൊടുത്തത്. ആയുരാരോഗ്യം എന്നാണ് എൻ്റെ വായിൽ ആദ്യം വന്നത്. ശരിയാണ്, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു എന്ന് നമ്മൾ പറയില്ലേ. പക്ഷെ ഇദ്ദേഹം വന്നതിന് ശേഷം നമ്മളുടെ വീണയ്ക്ക് ആയിട്ട് കോമ്പറ്റീഷനാണ്. വീണയുടെ സമയത്തായിരുന്നല്ലോ കത്തിരെയൊക്കെ പുറത്ത് കാണാത്ത വിധം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അല്ലേ? അതുപോലെ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു, ആൾക്കാർക്ക് മരുന്നില്ല എന്ന് ഡോക്ടർമാർ തന്നെ വന്ന് പറയുന്നു, പുറത്തേക്ക് എഴുതി കൊടുക്കുന്നു, എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇദ്ദേഹം തീരുമാനിച്ചു, വിടില്ല, ഞാൻ കൂടെയുണ്ട്, ഞാനാണോ വീണയാണോ നല്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അർത്ഥത്തിൽ നല്ലത് എന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ച പോലെയാണ്. ഒരൊറ്റ വാക്ക്, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഞാൻ വീണക്കുഞ്ഞ് പറയും കേട്ടോ, ഞാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അതെങ്കിലും പറയുമായിരുന്നു. ഇത് അതുപോലും ഇല്ല. ഒന്ന് പറഞ്ഞാൽ മതി. ഇത് സംഭവിച്ചു പോയി, പിന്നെ അതിനെ ന്യായീകരിക്കേണ്ട. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലല്ല വിദ്യുച്ഛക്തി, കേരളം മുഴുവനും പ്രശ്നങ്ങളാണ്. പക്ഷെ ഹോസ്പിറ്റലുകളിൽ തീർച്ചയായിട്ടും ജനറേറ്റർ വേണം. ഇനി ജനറേറ്റർ ഇല്ല എങ്കിൽ ആദ്യത്തെ ബഡ്ജറ്റിൽ, അല്ലെങ്കിൽ എത്രയോ സന്നദ്ധ സംഘടനകളുണ്ട്, അവരോട് പറയേണ്ട താമസമേ അവരോട് കൊണ്ടുവയ്ക്കാൻ ഒരു ചെറിയ ജനറേറ്റർ മതിയല്ലോ മോളെ. കാഷ്വാലിറ്റിയിലായിരിക്കും ഇതൊക്കെ ഇടുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക, തുന്നലും പിടിക്കലൊക്കെ നടക്കുന്നത്. ഒരു ചെറിയ പെട്രോളിലോ ഡീസലിലോ വർക്ക് ചെയ്യുന്ന ജനറേറ്റർ, അല്ലെങ്കിൽ ചെറിയ ട്രാൻസ്ഫോമർ വയ്ക്കട്ടെ, അല്ലെങ്കിൽ സോളാർ വയ്ക്കട്ടെ. ഞാനിപ്പോ സോളാറിന്റെ വലിയൊരു വക്താവായി മാറിക്കുക. കാര്യം ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആ ചൂട് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാലോ എന്നുള്ളൊരു സോളാർ ഏതെങ്കിലും റോട്ടറി ക്ലബുകളിലോ സന്നദ്ധ സംഘടന, റോട്ടറി എന്ന് പറയാൻ കാരണം അവർക്ക് ധാരാളം മാച്ചിങ് ഗ്രാൻസ് പുറം രാജ്യങ്ങളിൽ നിന്നും വരും ഇവിടുത്തെ റോട്ടറി ക്ലബ്ബായിട്ട് ചേർന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന സാഹചര്യത്തിൽ ഇത് നമ്മൾ മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അദ്ദേഹം നല്ലൊരു മന്ത്രിയാണ്. ഇപ്പോൾ ദേവസ്വത്തിന്റെ ഒക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇനിയെങ്കിലും ശ്രീ മുരളീധരൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പിഴവ് പറ്റി ആ ആശുപത്രിയിൽ ഉണ്ടായില്ല. പറഞ്ഞ ഞാൻ അവിടെ അന്വേഷിക്കാൻ പോകുന്നുണ്ട്, എന്തുകൊണ്ട് അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ജനറേറ്റർ ഇല്ലേ, അവർക്ക് എന്ത് സൗകര്യങ്ങളാണ് വേണ്ടത്, ഞാൻ ഇപ്പൊ ആയിട്ടല്ലേ ഉള്ളൂ, 2 മാസമായിട്ടുള്ളൂ, എല്ലാം എനിക്ക് പഠിച്ചു വരാൻ സമയം എടുത്തിട്ടില്ല, ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കും എന്നൊരൊറ്റ 2 3 ഒരു വാചകമല്ല, 2 3 വാചകം പറഞ്ഞ് ഭവ്യതയോടുകൂടി ആ കുറ്റം അല്ലെങ്കിൽ ആ തെറ്റ് ഏറ്റെടുക്കുക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ. അതെന്താ അരമണിക്കൂർ കഴിഞ്ഞ് വരുന്നില്ല? ഞങ്ങൾ താമസിക്കുന്ന പനമ്പള്ളി നഗറിൽ അടുപ്പിച്ചടുപ്പിച്ച് 15 മിനിറ്റ് ഗ്യാപ്പില് പോയിരിക്കുന്നത്. 2 പ്രാവശ്യം പോയിരിക്കുന്നേ. അപ്പൊ തുന്നാൻ തുടങ്ങുമ്പോ പിന്നെയും കറണ്ട് പോയാൽ എന്ത് ചെയ്യും? അപ്പം മാത്രമല്ല, 30 മിനിറ്റ് അല്ല, 30 സെക്കൻഡ് ഒരു ജീവന് ഇമ്പോർട്ടന്റ് ആണ് കുട്ടി. അറ്റാക്ക് ആയിട്ട് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു വലിയ അപകടത്തിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്ക് 30 സെക്കൻഡ് മതി അവരുടെ ജീവൻ ഈ ഭൂമി വിട്ടു പോകാനായിട്ട്. ഒരു മന്ത്രിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ ആ ശ്രീ മുരളീധരൻ എന്ന് കേട്ടത്. ഇദ്ദേഹം ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഏറ്റവും അധികം ടെൻഷനിൽ നിൽക്കുന്നതാണ് ആശുപത്രിയില്. നമുക്ക് പ്രസവം നോർമൽ അല്ലേ, എന്തുമാത്രം കോംപ്ലിക്കേഷനിലേക്ക് നമ്മളെല്ലാവരും ആരെങ്കിലും പ്രസവിച്ചതല്ലേ, പക്ഷെ എന്തൊക്കെ കോംപ്ലിക്കേഷൻ അത് വരും. ഒരു ചെറിയ സ്റ്റിച്ച് ഒന്ന് മാറിപ്പോയാൽ വേറെ, നമ്മൾ കണ്ണ് മാറി തുന്നിക്കെട്ടുന്നു, അത് മാറി ഇടതുകാലം മാറി വലതുകാലാക്കുന്നു. ഇതൊക്കെ നമ്മളുടെ ഏറ്റവും വലിയ 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആരോഗ്യ വകുപ്പിൽ ഇരിക്കുന്ന മന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് കരുണയാണ്.
അതെ. അല്ലെ? ഒരു മനുഷ്യന്റെ ജീവനാണ്, വേദനിച്ചിട്ടാണ് കിടക്കണേ. അരമണിക്കൂർ വേദന സഹിക്കാന്ന് പറഞ്ഞാലേ അത് ചില്ലറ വേദനയല്ല. അതെ. 30 സെക്കൻഡ് നമുക്ക് സഹിക്കാൻ പറ്റില്ല, 1 മിനിറ്റ് തികച്ച് സഹിക്കാൻ പറ്റില്ലല്ലോ. ആ അരമണിക്കൂർ വരും, എന്നിട്ട് ഞങ്ങൾ ഇടാം കിടക്കടോ അവിടെ എന്ന് പറഞ്ഞാലേ ആ രോഗി വെപ്രാളകൾ മരിക്കുന്ന പോലെ തുള്ളി തുള്ളി തുള്ളിയായിരിക്കും കിടക്കണേ. അതെ. എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ക്യാമ്പ് പോലെ ആക്കുന്ന ആശുപത്രികൾ? എന്താ ഹിറ്റ്ലറിന് പഠിക്കണോ? ഹിറ്റ്ലറിന്റെ ക്യാമ്പുകളിൽ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് നരകിപ്പിച്ചേ കൊള്ളൂ. ഈ ഇടയ്ക്ക് പോയപ്പോ ഞാൻ കണ്ടിരുന്നു, യൂറോപ്പിൽ പോയിട്ട് 2 ആഴ്ചത്തേക്ക് എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നരകവേദന അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സാക്ഷര കേരളത്തിലെ കേരളത്തിലെ നമ്പർ 1 ആശുപത്രിയിലേക്ക് ജനങ്ങൾ വരുന്നത്? സാധാരണക്കാർക്ക് പ്രാപ്യമായ സ്ഥലം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആശുപത്രികൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ വരുന്ന അപകട കേസുകളെല്ലാം തന്നെ കാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുക. ഇപ്പൊ എന്റെ ഡിവിഷനിലായിരുന്നു ജനറൽ ആശുപത്രി. അവിടെ പോയി നിന്നാൽ അറിയാം, അതെ. സെക്കൻഡിനാണ് ആൾക്കാർ കാഷ്വാലിറ്റി തന്നെ ബെഡുകളിൽ ഓടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ വേറൊരു വമ്പും കൂടി ഇദ്ദേഹം പറഞ്ഞു, അവിടെ ഭക്ഷണം കൊടുക്കണ്ടെന്ന്. നമ്മളുടെ ഇവിടെ ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ സന്നദ്ധ സംഘങ്ങളുടെ ഒരു കാരുണ്യത്തിലാണ് പലരും അവിടെ ജീവിച്ചു പോകുന്നത്. കുറച്ച് ദിവസങ്ങളോളം അടുപ്പിച്ച് കിടക്കേണ്ട രോഗികളുണ്ടാവും. ഉണ്ട്. അവർക്ക് 1 2 പേര് കൂട്ടിരിക്കാൻ വേണ്ടി വരും, പിടിച്ചൊക്കെ കൊണ്ടുപോകുന്ന രോഗികളാണെങ്കിൽ. ഒരു ദിവസം രാവിലെ കാപ്പിക്ക് 50 രൂപ വീതം, കടിയോട് അതെ. ഭക്ഷണത്തോടു കൂടി. അപ്പൊ 100 രൂപ, ഉച്ചയ്ക്ക് ഒരു 60 രൂപ, അപ്പൊ 120 രൂപ, വൈകുന്നേരം എന്തെങ്കിലും ചായ കുടിക്കില്ല എന്ന് വെച്ചോ, എന്നാലും ഒരു 120, ഇപ്പൊ തന്നെ രൂപ 10 300 ആയില്ലേ. അപ്പൊ അങ്ങനെ സന്നദ്ധ സംഘടനകളുടെ കാത്തിരിക്കുന്ന രോഗികൾ നമ്മൾ ഏതൊക്കെ ആശുപത്രിയിൽ കാണുന്നു. പല ആശുപത്രികളിലും സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്നുണ്ട്. എറണാകുളത്ത് സേവാഭാരതി എത്രയോ വർഷങ്ങളായിട്ട് ഇഡ്ഡലി കൊടുക്കുന്നുണ്ട് രാവിലെ, ഉച്ചയ്ക്ക് അവിടെ വേറെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. റോട്ടറി ക്ലബ്ബുകൾ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. DYFI കുട്ടന്മാർ പലരും കൊടുക്കുന്നുണ്ട്. പുനർജനി എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന കോട്ടയത്ത് അവര് കുറെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ വന്നിട്ട് പറയാൻ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കും. ഒരു ആശുപത്രിയില് ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ഒരു ജനറേറ്റർ വെക്കാൻ പോലും പാങ്ങില്ലാത്ത ആള് കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടായിട്ട് 10,000-10,000 പേർക്കൊക്കെയാണ് ഒരു സമയത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ന് രാവിലെ കിട്ടും കോഴിക്കോട് CH മുഹമ്മദ് കോയയുടെ അനുസ്മരണം, അതാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നത്. അവിടെ വളരെ നല്ല നിലയിൽ അവർ ചെയ്യുന്നുണ്ട്. പലരും പല രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കന്മാരുടെ പേരിലും ചെയ്യുന്നുണ്ട്, അല്ലാണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം ഇനിയിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കുമ്പോഴേക്കും 5 കൊല്ലം കഴിയും, അത് അല്ലെ? മാത്രല്ല, ഈ പറയുന്ന കെ മുരളീധരൻ മന്ത്രിസ്ഥാനം ഏറ്റതിന് ശേഷം നമുക്കറിയാം പനി വളരെ കൂടുതലായി വന്ന ഒരു സാഹചര്യം ജൂലൈ മാസത്തില്. ആ സമയത്ത് ഒരുപാട് പേര് മരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനും അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലൊരു ഉത്തരവാദിത്തമില്ലാത്ത, അതായത് വീണ ജോർജിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് അന്നേരം കമ്പാരിസൺ സംസാരിച്ചത്. വേണ്ടെന്നേ. അതാണ് ആ ഞാനും ആ ചോദിക്കുന്നത്. സത്യത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ മികച്ചതാക്കാം എന്നുള്ള എക്സാക്ട്ലി കമ്പാരിസൺ ആണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി മനസ്സിലാക്കാം. അവർ ഇരുന്നപ്പോ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുമ്പോ അവര് പറ്റാത്തത് കൊണ്ടാണല്ലോ ഇവരെ പുതിയ ആൾക്കാർ മാറ്റിവെച്ചത്. വന്നത്. അതെ, അതല്ലേ അദ്ദേഹം കാണേണ്ടത്. തീർച്ചയായിട്ടും അവര് മോശമായി ജയിച്ചു പോലുമില്ല. അതെ. അവര് MLA ആയിട്ട് ജയിച്ചു പോലില്ല. അത്ര മോശപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു. അവര് നാക്കിന്നും അവസാനമായപ്പോ ഇതുപോലത്തെ കുനിഷ്ടുകളാണ് വന്നുകൊണ്ടിരുന്നത്. ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് MLA പോലും വേണ്ടാന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചത്. ഇതുപോലെ തന്നെയാണല്ലോ ശ്രീ മുരളീധരൻ പോകുന്നത്. വേറൊരു കാര്യം, ശ്രീ മുരളീധരന്റെ പൂർവാശ്രമത്തെ കുറിച്ച് പറയട്ടെ. അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായിട്ട് ആകുമ്പോൾ MLA ആയിരുന്നില്ല. 6 മാസത്തിനുള്ള MLA ആയി. അതിന് നടത്ത ഇലക്ഷനിൽ അദ്ദേഹം തോറ്റുപോയി. അങ്ങനെയും കൂടെ അദ്ദേഹത്തിന് ഒരു പൂർവ്വകഥയുണ്ട്. അതെ. ഇങ്ങനെയാണ് അദ്ദേഹം തുടരുന്നതെങ്കിൽ ജനങ്ങൾ പുറത്തിറങ്ങി സമരം ചെയ്യേണ്ടി വരും. കാരണം ആരോഗ്യമാണ് വലുത്. ഈവൻ പോലീസിനെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അടിച്ചോടിക്കുന്ന കുട്ടികൾ എത്തുന്നതും അതായത് സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ എത്തുന്നതും ഇവിടെ തന്നെയാണ്, ഈ ആശുപത്രിയിൽ തന്നെയാണ്. അതെ. അപ്പൊ അവർക്കും നല്ല ചികിത്സ കൊടുക്കണ്ടേ? ഞാൻ അതെ. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ പ്രജിത. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കേട്ടതാണ് ഇന്നലെ, അദ്ദേഹത്തിന്റെ ഒരു ലൈവ് ഇന്റർവ്യൂ കണ്ടതാണ് മാധ്യമങ്ങൾക്ക്. അദ്ദേഹം പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വേണ്ട, പരിസരത്ത് വേണ്ട, അത് വളഞ്ഞു കെട്ടി വച്ചിരിക്കുന്നു, അതുകൊണ്ട് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. കോട്ടയത്തിനെ കുറിച്ച് പറഞ്ഞില്ല, ബാക്കി സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അവിടേക്ക് കൊടുത്തോളൂ, ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത്. വളഞ്ഞു കെട്ടി പിന്നെ സ്വന്തമാക്കുന്ന പരിപാടി പറ്റില്ല എന്ന്, അസൗകര്യം ഉണ്ടാവുന്നത് പോലെ, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഒരു വിഘാതം ഉണ്ടാക്കുന്ന പോലെ. അതാണ് പറഞ്ഞെങ്കിൽ ഞാനും അതിനോട് യോജിക്കുന്നു. ഇപ്പൊ സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴിക്ക് ഇവിടെ പുല്ലേപ്പടി പാലത്തിന് താഴെ CATUക്കാര് വലിയ ഇതൊക്കെ കെട്ടി അവർക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി പോകെ പോകെ അത് അവരുടെ ആകും.
അതുപോലെ തന്നെ അറ്റ്ലാന്റിസ് പാലം കടന്ന് പനമ്പള്ളി നഗറിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഫോട്ടോ എന്താണ് ഇ.കെ. നായനാരുടെ ഇരുന്നത്. ഇപ്പൊ ഒരു 5 അടി ബൈ 5 അടി 6 അടി ബൈ 6 അടി സ്ക്വയർ ആക്കി വലിയൊരു സ്മാരകം ഉണ്ട്. ഇത് പൊതു സ്ഥലമല്ലേ, അവിടെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. റെയിൽവേ ഉം. ക്രോസിന്റെ അവിടെയാണ് അത് അവർ സ്വന്തമാക്കി എടുത്തിരിക്കുന്നു. ഞാൻ കൗൺസിലർ ആയിരുന്ന സമയത്ത് KMR ഒരു വലിയ ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ അടൽ ബിഹാരി വാജ്പേയി നമ്മളുടെ ആദ്യത്തെ ആ, ആ, ഉം. അതായത് BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരു ചെറിയ ബസ് സൈസ് ഇത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. KMRന്റെ ചീഫ് ലോക്നാഥ് ബെഹ്റ ഓക്കെ എന്ന് പറഞ്ഞു. കോർപ്പറേഷനിലേക്ക് എഴുതി കൊടുത്തു. KMRന്റെ സ്ഥലമാണ്. കോർപ്പറേഷൻ പറഞ്ഞു വേണ്ടെന്ന്. എന്നാൽ ഞാൻ ആ സ്ഥലത്ത് ഇ.കെ. നായനാരുടെ വെക്കട്ടെ ചോദിച്ചു, ഓക്കെ. അതിലിപ്പോ കാരണം ആരുടെ അനുഭവത്തോടുകൂടി ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുപോലെ നമ്മൾ പറയാണ്ട് പോകുന്ന ഒരു കാര്യം, ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്ന തോന്നിവാസങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇപ്പൊ നല്ല കാര്യം അവര് കൊടുക്കുന്നത്. പ്രളയത്തിന്റെ സമയത്ത് ഞാൻ എറണാകുളം ജില്ലയുടെ മഹിളാ മോർച്ച അധ്യക്ഷയായിരുന്നു. ഉം. ഞങ്ങള് ഒരു ഷവർലെസ് പാർക്ക് ഒരു കുഞ്ഞു കാർ, അത് എല്ലാ സ്ഥലത്തും കൂടെ പോകുമല്ലോ. ഉം. അതിൽ ഞാൻ തന്നെ ഓടിച്ചാ പോകുന്നത്. ആ സ്ഥലത്ത് കുറച്ചു പേർക്കും കൂടി ഇരിക്കാമല്ലോ ഡ്രൈവറുടെ സ്ഥാനത്തുനിന്ന്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, റിലീഫ് ക്യാമ്പുകളിൽ ചെല്ലുമ്പോൾ ഇവര് വലിയ ബാനറും ബോർഡും ഒക്കെ ആയിട്ട് ഡിവൈഎഫ്ഐ കുട്ടന്മാരിരിക്കുക ഇവിടെ. അപ്പൊ ഞങ്ങളുടെ കാറിന്റെ മുമ്പിലും പുറകിലും ഒക്കെ മഹിളാ മോർച്ച, BJP മഹിളാ മോർച്ചയുടെ കൈത്താങ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് പറ്റില്ല, ഇവിടെ ഇറക്കാൻ പറ്റില്ല. എന്തിറക്കാൻ വേണ്ട എന്നല്ലേ പറഞ്ഞു, ഇറക്കും. നിന്നെ കായലിലേക്ക് വലിച്ചത്. എനിക്ക് എന്ത് പ്രായമുണ്ട് പ്രജിത, ആ കുട്ടന്മാരുടെ അമ്മയുടെ അല്ലെങ്കിൽ വല്യമ്മയുടെ പ്രായമില്ല കായലിലേക്ക് വലിച്ചെറിയുന്നത്. അപ്പൊ എന്റെ കൂടെ വന്ന സ്ത്രീകൾ കിടുകിടാ വിളിക്കാൻ, നിങ്ങൾ വിറയ്ക്കും പേടിക്കൊന്നും വേണ്ട, എന്നല്ലേ കായലിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞു. നിങ്ങളെ വലിച്ചെറിയെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് വീട്ടിലെത്തിക്കാനുള്ള ഇത് ഉത്തരവാദിത്വം എനിക്കുണ്ട്. മിണ്ടാണ്ട് അവിടെ നിന്നോ. ചേച്ചി നമുക്ക് പോവാൻ ചേച്ചി, പേടിയാവുന്നു ചേച്ചി, വേണ്ട ഇവിടെ കൊടുക്കണം. അവര് ഭക്ഷണത്തിന് വേണ്ടി കിടന്ന് പരവശം കാണിക്കുന്ന കണ്ടില്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇറക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇറക്കിയിട്ട് തന്നെ പോവുള്ളൂ എന്ന് വാശി പിടിച്ചതിന്റെ പ്രജിത ജീവിതത്തിൽ മറക്കാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇവിടുത്തെ നമ്മ ഹിറ്റ്ലറുടെ ക്യാമ്പ് കണ്ടിട്ട് എനിക്ക് 2 ആഴ്ചത്തേക്ക് ഭക്ഷണം ഇറങ്ങിയില്ല എന്ന്. അപ്പോ ചെറായിൽ ഒരു അമ്പലത്തിന് മുമ്പിൽ ഒരു വലിയ ഗൗരീശ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, അവിടെ ഒരു വലിയ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാരിങ്ങനെ ഭയങ്കര വെപ്രാളത്ത് ഭക്ഷണം കിട്ടാഞ്ഞിട്ടേ ഇവര് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക പ്രജിത ഭക്ഷണം. എൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നിൽക്കണു, ഇങ്ങനെയൊക്കെ കാണിക്കണു. ഞാൻ അവിടെ നിന്ന് ഫേസ്ബുക്ക്, ആ സമയത്ത് എൻ്റെ അടുത്ത് ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വേറൊരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. എന്താണ് ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഫേസ്ബുക്ക് ലൈവ് ഇട്ടു. മിനിറ്റ് വെച്ച് സ്കൂട്ടറില്, കാറില്, കിട്ടാവുന്ന സാധനങ്ങളിലൊക്കെ ജനങ്ങള് ഭക്ഷണം കൊണ്ടുവരാ. ഇത്തിരി ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. ഇവര് പറഞ്ഞു പറ്റൂലെന്ന്, ഇവിടെ കൊടുക്കാൻ പറ്റില്ല ഭക്ഷണം. കൊടുക്കുന്നു പറഞ്ഞു. ആർക്കൊക്കെ വിശക്കുന്നുണ്ടോ നിരന്ന് നിൽക്കാൻ പറഞ്ഞു. ഞാൻ തനിച്ചാണ്. ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കല്ലേ, ക്യൂ നിന്നില്ല. ഇവര് നിങ്ങളൊക്കെ ഞങ്ങൾ ഒന്നും നടക്കില്ല. ഇവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇവര് കൊണ്ടുവന്ന ഭക്ഷണം, ജനങ്ങൾ കൊണ്ടുവന്നേക്കുന്ന സ്വന്തം സഹോദരി സഹോദരന്മാർക്ക്, അച്ഛനമ്മമാർക്ക് ജനങ്ങൾ കയ്യിൽ കിട്ടിയത് കൊണ്ട് പാഞ്ഞു വന്നിരിക്കുകയാണ്. കൊടുത്തിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുപ്പിച്ചു. അതൊക്കെയാണ് ഈ ഡിവൈഎഫ്ഐക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മാത്രം. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ മാത്രം. വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല, കാര്യമില്ല. ഞങ്ങളുടെ പടം മുമ്പില് എന്റെ പിണറായിയുടെ പോലെ എന്റെ തല എന്റെ ഫിഗർ 140 മണ്ഡലത്തിലും ഇത്രയോ കോടി രൂപയ്ക്ക് അതിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിൻഗാമികളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് മുരളീധരനിൽ നിന്നാണ്. അദ്ദേഹം നല്ലൊരു മന്ത്രിയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇനി ഇങ്ങനെ വരാണ്ടിരിക്കാം എന്ന് നോക്കാൻ പറയുക. കാര്യങ്ങളൊക്കെ നന്നായി നടക്കുക. ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആഭ്യന്തരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജനങ്ങൾക്ക് ആരോഗ്യം. അത് താങ്കളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് താങ്കൾ ഉറപ്പുവെക്കുക. ആ സുരക്ഷിതത്വ ബോധം അവിടെ വരുന്ന എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ ചെയ്യുകയും ചെയ്യാം.